ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏപ്രിൽ 1 മുമ്പായി എല്ലാ ഓറഞ്ച് വെള്ള ടാക്സികളും ലൈസൻസുള്ള കമ്പനികളുടെ ഭാഗമാകണമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ടാക്സി ഓപ്പറേറ്റർമാർക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പ്രവർത്തിക്കുന്ന ഓടാക്സി, തെസ്ലി, മർഹബ, ഒമാൻ ടാക്സി, ഹല, ടാക്സി മസ്കറ്റ് എന്നിവയിൽ ചേരാം. പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. ഒമാനിലെ എല്ലാ വെള്ള ഓറഞ്ച് ടാക്സികളും ലൈസൻസുള്ള സ്മാർട്ട് ആപ്ലിക്കേഷനുകളിൽ ഏപ്രിൽ ആദ്യത്തോടെ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. ഈ മാറ്റം എളുപ്പമാക്കുന്നതിന് ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ ടാക്സി ഓപ്പറേറ്റർമാരുടെ ഉപയോഗത്തിനായി ആപ്ലിക്കേഷനും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഡ്രൈവർമാർക്കും ഓപ്പറേറ്റർമാർക്കും സിസ്റ്റവുമായി പരിചയപ്പെടാൻ മതിയായ സമയം അനുവദിക്കുകയും ചെയ്തു. നിയന്ത്രണവും മേൽനോട്ടവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും കാര്യക്ഷമതയും ഉറപ്പാക്കി ഒമാന്റെ ഗതാഗത മേഖലയെ നവീകരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ സുപ്രധാനമായ നീക്കമാണ് ഇതിനു പിന്നിൽ. ഒമാനിൽ ടാക്സി സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ വർഷം ജനുവരിയിലെ കണക്കനുസരിച്ച് ഒമാനിൽ 28,241 രജിസ്റ്റർ ചെയ്ത ടാക്സികളുണ്ട്. അവയിൽ പലതും കമ്പനികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുഗതാഗതം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളുടെ ഭാഗമായി ടാക്സി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ഗതാഗത അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് മുഹമ്മദ് അൽ ഷമാഖി അറിയിച്ചു. എല്ലാ ടാക്സികളിലും ആപ്ലിക്കേഷനുകൾ വഴി മീറ്റർ ഘടിപ്പിക്കൽ ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും ആ രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്ത് 8 ആപ്പ് അധിഷ്ഠിത ടാക്സി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിൽപ്പനയ്ക്കായി പടക്കങ്ങൾ ശേഖരിക്കുകയും കടത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രവാസികൾ പിടിയിലായി. തെക്കൻ ബാത്ന ഗവർണറേറ്റിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിലാണ് താമസ സ്ഥലത്ത് വലിയ തോതിൽ പടക്കശേഖരം കണ്ടെത്തിയത്. ജനങ്ങളുടെയും പ്രദേശത്തിന്റെയും അപകടങ്ങൾക്ക് കാരണമാക്കുന്ന തരത്തിലുള്ള പടക്കങ്ങളാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. പ്രതികൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചതായി വ്യക്തമാക്കി. ദാഖ്ലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലായത്തിൽ നഗരസഭ ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യാപക പരിശോധന നടത്തി. 87 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച ഭക്ഷ്യോൽപ്പന്ന വിൽപ്പന ശാലകൾക്കെതിരെ നടപടിയും സ്വീകരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അധികൃതർ പരിശോധനകൾ നടത്തിയത്. പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണുണ്ടായത്. ചില കേസുകളിൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്തതും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പരിശോധനയിൽ 8.5 കിലോഗ്രാം ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഒമാന്റെ മുഴുവൻ ഭാഗങ്ങളിലെയും ബാർബർ ഷോപ്പുകളിൽ പരിശോധനയുമായി അധികൃതർ. വിവിധ നഗരസഭാ അധികൃതർക്ക് കീഴിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിയമലംഘനം കണ്ടെത്തിയ കടകൾക്കെതിരെ നടപടിയും സ്വീകരിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ബാർബർ ഷോപ്പുകളിൽ നിയമം ലംഘിച്ച് ജീവനക്കാർ തൊഴിലെടുക്കുന്നതും അധികൃതർ പരിശോധിക്കുന്നു. മസ്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധന ശക്തമാണ്. കടകളിൽ മോഷണം നടത്തുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിൽ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കറ്റ് ഗവർണറേറ്റ് അമറാത്ത് വിലായത്തിലാണ് സംഭവം. നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു. ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫാക്കുർബ ക്യാമ്പയിനിൽ ഈ വർഷം ഇതിനോടകം 511 തടവുകാർക്ക് മോചനത്തിന്റെ വഴിയൊരുക്കിയതായി അധികൃതർ അറിയിച്ചു. വടക്കൻ ബാത്ന 169, ദാഹിറ 49, ബുറൈമി 3, തെക്കൻ ഷെർക്കിയ 57, മസ്കറ്റ് 29, തെക്കൻ ബാത്ന 85, ദാഖ്ലിയ 72,
വടക്കൻ ഷെർക്കിയ 18, ദോഫർ 14, അൽവുസ്ത 14 എന്നിങ്ങനെയാണ് വിവിധ ഗവർണറേറ്റുകളിൽ നിന്ന് മോചനം നേടിയവരുടെ എണ്ണം. പദ്ധതിക്ക് പിന്തുണയുമായി കൂടുതൽ വ്യക്തികളും സ്ഥാപനങ്ങളും രംഗത്തെത്തുകയാണ്. സിവിൽ, വാണിജ്യ, തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ തടവിൽ കഴിയുന്ന 346 പേർക്ക് മോചനത്തിന് പിന്തുണ നൽകുമെന്ന് ബാങ്ക് മസ്കറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലും ബാങ്ക് മസ്കറ്റ് സഹായം ലഭ്യമാക്കിയിരുന്നു. ഇതിനോടകം 1903 കേസുകളിൽ പിഴ അടയ്ക്കുന്നതിന് സാമ്പത്തിക പിന്തുണ നൽകാൻ സാധിച്ചുവെന്ന് ബാങ്ക് മസ്കറ്റ് അധികൃതർ അറിയിച്ചു. ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന പദ്ധതിയായ ഫാക്കുർബയ്ക്ക് ഇത്തവണയും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ആയിരക്കണക്കിന് പേരെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉറ്റവരുടെ അടുത്തേക്ക് മടക്കി അയക്കാൻ സാധിച്ചത്. 1300 തടവുകാർക്ക് ഈ വർഷം മോചനം സാധ്യമാക്കാനാകുമെന്ന് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ കരുതുന്നു. പൊതുജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.